കഴിഞ്ഞ ഒരാഴ്ചയായി സാക്ഷി വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ഇത്രയും കാലികമായൊരു വിഷയം എങ്ങനെ അവതരിപ്പിക്കുമെന്നതായിരുന്നു സാക്ഷിയെ കുഴപ്പിച്ച ചോദ്യം. താമസിയാതെ തന്നെ അതിനുത്തരം കിട്ടി. പ്രസിദ്ധമായ എല്ലാ ഈ പുസ്തക പ്രസാധകരുടെയും കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൽ ഹാസ്യം എത്ര തന്നെയെന്നാണ് ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ അത് ഈ രംഗത്ത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോത്സാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്ത് പുരോഗതി ഉണ്ടാകും. അതാണ് എൻ്റെ വലിയ അഭിപ്രായം. അതുകൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം കഴിയുമെങ്കിൽ അത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകും. പ്രായോഗികമായി കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു ഹാസ്യം പറഞ്ഞു ഫലിപ്പിക്കാൻ നർമ്മകൈരളി തന്നെ ഒടുവിൽ സാക്ഷിക്ക് തുണയായി എത്തി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം ഇതുമായിട്ട് സമാനമാണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അവിടെ ഇതുപോലെ തന്നെ രജനീകാന്തിൻ്റെ ഒക്കെ ചില പ്രകടനങ്ങളോട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. മുമ്പ് അദ്ദേഹം MP ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ MP ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. അന്നും ഏതോ ഒരു പ്രശ്നത്തിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കാനാണ് അദ്ദേഹം മത്സരിച്ചത്. തമ്പി ജയിച്ചാൽ MP എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ മുദ്രാവാക്യം. അപ്പൊ അവിടെയും ഇതുപോലെ ഈ അനിയൻ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല. ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞാണ് കാര്യങ്ങളിലോട്ട് കടന്നത്. അപ്പോൾ ചില ആളുകൾക്ക് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിരിക്കുന്ന ശരിയല്ല, നമുക്ക് ചിരി വരാറുമില്ല, നമ്മൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ആക്സബ്ലൈഡ് വെച്ച് അറുത്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെ കുറച്ച് നേരം അറുത്തിട്ട് ഓടി വന്ന് മാറി ഒന്ന് ചിരിക്കുമെന്നാണ് പറയുന്നത്. ചിരിച്ചിട്ട് പിന്നെയും പോയി കുറെ സമയം അറുക്കും. എന്നിട്ട് വീണ്ടും ചിരി വരുമ്പോൾ ഓടിങ്ങ് വരും. അങ്ങനെ ആളുകൾക്ക് കരയണോ ചിരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് അത് കണ്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം ജയിച്ചില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ നടന്നു. എൻ്റെ അനിയൻ കരീം എന്ന് പറയുന്ന അയാൾക്ക് വലിയ പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമൊന്നുമല്ല. ജീവൻ തിരിച്ചും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ ടയർ ഇത്രയും കയറി എറിയിട്ട് ഞാൻ മുദ്രാവാക്യമാണ് അവിടെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ പത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ അമ്മച്ചിയെ എന്ന് വിളിക്കുന്ന മുദ്രാവാക്യമാണോ. ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പ്രശ്നം ജനശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിൽ ആ രീതിയിൽ ഇതിന്റെ നേട്ടങ്ങൾ എന്തെങ്കിലും ജനങ്ങൾക്കോ സമൂഹത്തിനോ ഒക്കെ തീർച്ചയായിട്ടും നേട്ടമുണ്ടായി. നല്ല പരസ്യം കിട്ടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അഭ്യാസം വിജയിച്ചിരുന്നെങ്കിൽ ഇതേപോലെ ശ്രദ്ധിക്കില്ല. ഇതിപ്പോ പരാജയപ്പെട്ടു, ഇത്രയൊക്കെ ബഹളമായപ്പോ എന്തിനാണ് ഞാൻ വന്നത് എന്നുള്ളത് ജനങ്ങളൊക്കെ അറിഞ്ഞു.
ഞാൻ സത്യമാണ് പറയുന്നത്. ഡാൻസർ തമ്മിലുള്ള എന്റെ പാവപ്പെട്ട ജനങ്ങളെ ഈ മന്ത്രിമാരെല്ലാം എല്ലാം മാറിയിട്ട് അവരെ എത്തിക്കുക, എന്റെ നാട്ടുകാരെ എത്തിക്കുക. മാറ്റിയിട്ട് അവസാനം അത് ആശുപത്രിയിലാണ്, ലൊക്കേഷൻ മാറിയെന്നാണ്. ഈ ക്യാമറക്കാരൊക്കെ പറഞ്ഞ് സെക്കൻഡ് ഷെഡ്യൂൾ അപ്പുറത്താണ് എന്ന് പറഞ്ഞ് പിന്നെ ആശുപത്രിയിലായിരുന്നു അതിന്റെ സെക്കൻഡ് ഷെഡ്യൂളൊക്കെ നടന്നതെന്നാണ് പറഞ്ഞത്. ചവർ പ്രശ്നങ്ങളിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഇത് കൊണ്ടുവരികയും അവസാനം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് ചവറാക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ പത്രക്കാർ വീണ്ടും അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വളരെ, പത്ര റിപ്പോർട്ട് തന്നെ നിങ്ങളൊക്കെ വായിച്ചിരിക്കും, വളരെ രസകരമായിട്ടാണ് അദ്ദേഹം വളരെ ഈ നർമ്മബോധമുള്ള ഒരാളായിട്ട് തന്നെയാണ് അത് വായിച്ചപ്പോൾ തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് ആരാധകർ കൂടിയെന്നാണ് അദ്ദേഹം. പിന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ഫാൻസ് അസോസിയേഷനൊക്കെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ആരാധകരുണ്ടെന്ന് ഞാൻ ഇപ്പൊ ആശുപത്രി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ എന്തെങ്കിലും ഗുണപാഠം കിട്ടിയിട്ടുണ്ടോ മനസ്സിലാക്കാൻ? ഞാനൊരു പ്രധാനപ്പെട്ട ഒരു പാഠം ഇതിൽ നിന്ന് പഠിച്ചു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ടയറിൽ റബ്ബർ മാത്രമല്ല കമ്പിയുമുണ്ട് എന്നുള്ള കാര്യം. പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുണ്ടായിരിക്കുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ 1-2 ടയർ കമ്പനിക്കാർ അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു എന്നുള്ള ഒരു വിവരം കൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതുപോലുള്ള കുറെ ദൃശ്യങ്ങൾ, ഈ കിട്ടിയ കുറെ ദൃശ്യങ്ങൾ അവരുടെ പരസ്യത്തിന് ഉപയോഗിക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിക്കാനാണ്. അത് മാത്രമല്ല അവർ തന്നെ പറയുന്നത് ഇത്രയും ശക്തി ഞങ്ങളുടെ ടയറിനുണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ അദ്ദേഹത്തിന്റെ തമ്പിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ട്യൂബ്ലെസ് ടയറുകളൊക്കെ വരുന്നത് പോലെ തന്നെ കമ്പിലെസ് ടയർ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു തർക്കവുമില്ല. അത് മാത്രമേ ഇതിനൊരു പരിഹാരമായിട്ട് അദ്ദേഹം കാണുന്നുള്ളൂ എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ കരീമിനോടും പത്രക്കാർ പിന്നെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിൽ നിന്നും എന്തെങ്കിലും ഗുണപാഠം ഉണ്ടാകും. അപ്പൊ അയാൾക്ക് പകുതിയാണ് പറഞ്ഞത്, അണ്ണനെ നമ്പിനാൽ എന്നാണ്.